ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും മംഗ്ലീഷ് ടു ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് 15 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് എങ്ങനെയൊക്കെ ആൻസേഴ്സ് കൊടുക്കാം, എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ജസ്റ്റ് എക്സാമ്പിൾസ് സഹിതം ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോയിലോട്ട് കിടക്കാം. ഒരു വാട്ട് ഡു യു ഡു, നീ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം വർക്കിംഗ്, ഐ റൺ മൈ ഓൺ ബിസിനസ്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ. ആർ യു മാരീഡ്, നിങ്ങൾ വിവാഹിതനാണോ. നോ ബട്ട് ഐ എം ഇൻ എ റിലേഷൻഷിപ്പ്, അല്ല പക്ഷേ എനിക്കൊരു ബന്ധമുണ്ട്. ബന്ധം മീൻസ് ബന്ധത്തിലാണ്. യെസ് ഐ ഹാവ് ബീൻ മാരീഡ് ഫോർ 2 years, 3 years, 4 years. യെസ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 4 വർഷമായി, അങ്ങനെ പറയാം. വൈ ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഐ ലൈക്ക് ടു സ്റ്റഡി മോർ ലാംഗ്വേജസ്, എനിക്ക് ഒരുപാട് ലാംഗ്വേജസ് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇഷ്ടം കൊണ്ട് പഠിക്കുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ സോ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെൻ ഐ ട്രാവൽ, ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ അബ്രോഡ് പോയി ജോലി ചെയ്യണം, അതിനുവേണ്ടി പഠിക്കുന്നു എന്ന് പറയാം. വാട്ട് ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്, എവിടെയാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്. ഐ ടുക്ക് ക്ലാസ്സസ് ഫോർ ദീസ് ഇയേഴ്സ്, ഈ വർഷം ഞാൻ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ബൈ മൈസെൽഫ്, ഞാൻ തന്നെയാണ് പഠിച്ചത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, ജസ്റ്റ് കോഴ്സ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്റർ പോയിരുന്നു, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം, ഒഴിവ് സമയങ്ങളിൽ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്. ആൻസേഴ്സ്: ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. ഐ ലൈക്ക് റീഡിങ് ആൻഡ് റിലാക്സിങ് അറ്റ് ഹോം, എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് വായിക്കാനാണ് എനിക്കിഷ്ടം, റിലാക്സ് ചെയ്തുകൊണ്ട് വായിക്കാനാണ് എനിക്കിഷ്ടം. ദെൻ വാട്ട് ഈസ് ദ വെദർ ലൈക്ക്, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്, ഇറ്റ്സ് പോറിങ്, ഇറ്റ്സ് ചിൽ, ചൂടാണ്, തണുപ്പാണ്, മഴയാണ്. ഇറ്റ്സ് പോറിങ് എന്ന് പറയുമ്പോൾ ഒഴുകുക മീൻസ് റൈനിങ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ്സ് പോറിങ്, മനസ്സിലായില്ലേ. ദെൻ വാട്ട് ടൈം ഇസ് ഇറ്റ്, എത്രയാണ് സമയം. ഇറ്റ്സ് 10 o'clock, ലെറ്റ് മീ ചെക്ക് ദ ഫോൺ, ഇറ്റ്സ് 4:30, ഇറ്റ്സ് 11:45, സോറി ഐ ഡോണ്ട് നോ. ഈ ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പറയാം. ലെറ്റ് മീ ചെക്ക് ദ ഫോൺ ആയിരിക്കും ഉചിതം. ഇപ്പോൾ ആരും വാച്ചൊന്നും യൂസ് ചെയ്യാറില്ല. ഏകദേശം ഞാൻ തന്നെ സാധാരണഗതിയിൽ ഫോൺ നോക്കിയിട്ട് പറയാമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതായിരിക്കും മോസ്റ്റ് മാച്ച് എന്ന് വിചാരിക്കുന്നു. ദെൻ ഡു യു നീഡ് എനി ഹെൽപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ. ഓക്കെ. നോ താങ്ക്സ്, ഐ എം ജസ്റ്റ് ബ്രൗസിങ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇറ്റ് ഇസ്, അതെ എനിക്ക് ഇതിൻ്റെ വില എത്രയാണെന്നൊന്ന് പറഞ്ഞു തരാമോ. ഏതെങ്കിലും കടയിൽ കയറിയിട്ട് അവർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഇറ്റ്സ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും, എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഹൗസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു. ഗ്രേറ്റ്, കുഡന്റ് ബി ബെറ്റർ, മികച്ചത്, ഇതിലും മികച്ചത് എവിടെയും കാണാൻ പറ്റില്ല, മികച്ചതാണ്. ഡു യു റിയലി വോണ്ട് ടു നോ, നിനക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിയണമോ. നിന്നോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. നോട്ട് ബാഡ്, ഇറ്റ്സ് ഗുഡ്, എങ്ങനെ വേണമെങ്കിലും പറയാം, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ. ഹൗ ആർ യു ഫീലിംഗ് എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എ ലിറ്റിൽ ഡിപ്രസ്ഡ്, കുറച്ച് ഡിപ്രസ്ഡ് ആണ്. റിയലി ഓഫുൾ, വളരെ വിഷമത്തിലാണ്. ഐ എം ഓൾ റൈറ്റ്, കുഴപ്പമില്ല, തരക്കേടില്ലാതെ പോകുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇറ്റ്സ് ഓക്കെ. ഹൗ വാസ് യുവർ ഡേ, നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. റിയലി ഗുഡ്, സൂപ്പർ ബിസി, സൂപ്പർ കൂൾ, ഓസം, ഗ്രേറ്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ദിവസം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്തയെന്നും പറയാം. ഓക്കെ. ഡിഡ് യു ലൈക്ക് ദ മൂവി, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആൻസേഴ്സ് നോക്കൂ. ഇറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്, it was not bad, it's one of the best I have never seen, വളരെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. It's one of the best I have never seen.
ഞാൻ കണ്ടതിൽ വെച്ച് മികച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ പാർട്ടി? പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ക്രേസി, ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി പാക്ഡ്. ക്രേസി ആയിരുന്നു. ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി പാക്ഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പങ്കെടുത്ത ഒരു പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് സൂപ്പറായിരുന്നു, വളരെ നല്ലതായിരുന്നു, മികച്ചതായിരുന്നു. ദെൻ ബോറിങ്, ഐ കുഡന്റ് വെയിറ്റ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ. ഭയങ്കര ബോറടിച്ചു പോയിട്ടോ, എപ്പോഴും അവിടെ നിന്ന് പുറത്ത് വരാമെന്ന് തോന്നിപ്പോയി, അത്രയ്ക്ക് ബോറായിരുന്നു. അങ്ങനെ പറയാണ് കേട്ടോ. ആൻസർ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ക്യാൻ യു ഗിവ് മി എ ഹാൻഡ്? എന്നെ സഹായിക്കാമോ, എന്നെ ഒന്ന് കൈ തന്ന് സഹായിക്കാമോ എന്നൊക്കെ പറയാറില്ലേ. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഷുവർ, ജസ്റ്റ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. സോറി, ഐ ആം എ ബിറ്റ് ബിസി അറ്റ് ദ മൊമെൻറ്റ്. സോറി, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. അങ്ങനെയും പറയാം. ദെൻ വാട്ട് ഈസ് ദ മാറ്റർ? എന്താ കാര്യം? ഐ എം നോട്ട് ഫീലിംഗ് സോ ഗുഡ്. ഐ വുഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. നത്തിങ്, ഐ എം ഫൈൻ. ഐ എം നോട്ട് ഫീലിംഗ് സോ ഗുഡ്. അത്ര സുഖകരമൊന്നുമല്ല. ഐ വുഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നത്തിങ്, ഐ എം ഫൈൻ. ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.